നെക്സ്റ്റ് ടോപ്പിക്ക് വേരിയബിൾസ് ആണ്. വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഡാറ്റ നെയിമാണ്. അത് ഡാറ്റ വാല്യൂന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കോൺസ്റ്റൻസ് പോലെയല്ല. കോൺസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം സെയിം ആയിരിക്കും. പക്ഷേ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ്റെ സമയത്ത് അതിലിരിക്കുന്ന ഡാറ്റ വാല്യൂ ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഞാൻ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിൽ ആവറേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 3 സ്കോറിൻ്റെ ആവറേജാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഈ ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ചിട്ട് പുതിയ വാല്യൂ ആയി മാറും. അതാണ് വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, അതുപോലെ തന്നെ അണ്ടർസ്കോർ ആവാം. അപ്പോൾ ഇതിന് കുറച്ച് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, അതായത് റൂൾസ് ഉണ്ട്. ഇത് സ്റ്റാർട്ടിങ് ഷുഡ് ബി ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ആൻസി സ്റ്റാൻഡേർഡിൽ മെയിനായിട്ട് 31 ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത് ആണ് അത് റെക്കഗ്നൈസ് ചെയ്യുക. പക്ഷേ നോർമലി നമ്മൾ 8 ക്യാരക്ടേഴ്സ് ഓഫ് ലെങ്ത് ആണ് വരാറുള്ളത്. അതുകൊണ്ടാണ് ഫസ്റ്റ് 8 ക്യാരക്ടേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കമ്പൈലേഴ്സ് എന്ത് ചെയ്യുന്നത്, അത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ടോട്ടൽ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി ഫസ്റ്റ് എഴുതിയിട്ട് പിന്നെ പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും സ്മോൾ ലെറ്റർ ടി യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫുൾ ക്യാപിറ്റൽസോ യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അതിനെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. പിന്നെ കീവേഡ് ആവാൻ പാടില്ല, വൈറ്റ് സ്പേസസ് അലൗഡ് അല്ല. അപ്പോൾ വാലിഡ് എക്സാമ്പിൾസ് കുറച്ച് തന്നിട്ടുണ്ട്. ജോൺ, ഡൽഹി, മാർക്ക്, അതൊക്കെ വാലിഡാണ്. അണ്ടർസ്കോറും വാലിഡാണ്. ഇൻവാലിഡ് എക്സാമ്പിൾസ് വന്നിട്ട് നമ്പേഴ്സ് ഒന്നും പറ്റില്ല, പിന്നെ അതേപോലെ തന്നെ സിമ്പിൾസ് ഒന്നും പറ്റില്ല. അങ്ങനത്തതാണ് ഇൻവാലിഡ് ആയിട്ടുള്ളത്. ദെൻ വേരിയബിൾ നെയിംസിന് കുറച്ച് എക്സാമ്പിൾ വാലിഡും ഇൻവാലിഡും വച്ചിട്ട് വേരിയബിൾ നെയിംസിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് 8 ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 നെയിംസ് ഉണ്ട്, അതായത് ആവറേജ് ഹൈറ്റും ആവറേജ് വെയ്റ്റും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആവറേജ് AVG, ആവറേജിന് പകരം AVG എന്ന് എഴുതാം. അതായത് അതിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യുന്നില്ല, വേരിയബിളിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ്. സി ലാംഗ്വേജിലെന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്സ് നമുക്ക് സ്റ്റോറേജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് വരാം. പ്രൈമറി ഡാറ്റ ടൈപ്പ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. പ്രൈമറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പം ഇനി നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് അറേയും ഫങ്ഷൻസും സ്ട്രക്ചേഴ്സും പോയിൻറ്റേഴ്സൊക്കെ അത് പിന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രൈമറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇൻറ്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാർ ഉണ്ട്, ഡബിൾ ഉണ്ട്, ദെൻ വോയിഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ലോങ് ഇൻറ്റും ലോങ് ഡബിളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതിൻ്റെ പ്രൈമറി ഡാറ്റ ടൈപ്പ് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റഗ്രൽ ടൈപ്പും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ടൈപ്പും ആയിട്ട് പറയാം. പിന്നെ വോയിഡ്. ഇൻറ്റഗ്രൽ ടൈപ്പിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റിജറും ക്യാരക്ടറും. ഇൻറ്റിജറിൽ തന്നെ സൈൻഡും ഉണ്ട്, അൺസൈൻഡും ഉണ്ട്. ക്യാരക്ടറിൽ ക്യാറ്, സൈൻഡ് ക്യാറ്, അൺസൈൻഡ് ക്യാറ്. സൈൻഡിനെ തന്നെ 3 ആയിട്ട് സബ് ഡിവിഷൻ, ഇൻറ്റ്, ഷോർട്ടിൻ്റെ, ലോങ് ഇൻറ്റ്, അൺസൈൻഡിൻ്റെ, അൺസൈൻഡ് ഇൻറ്റ്, അൺസൈൻഡ് ഷോർട്ടിൻ്റെ, അൺസൈൻഡ് ലോങ് ഇൻറ്റ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ് ഫ്ലോട്ടും ഡബിളും ലോങ് ഡബിളും. ദെൻ വോയിഡ് അനദർ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പാണ്. ദെൻ അതിൻ്റെ ക്യാരക്ടറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -128 തൊട്ടിട്ട് 127 വരെ ആയിരിക്കും. അതേപോലെ ഓതിൻ്റെ റേഞ്ചസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ ഡെപ്തിലേക്ക് നോക്കാം. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ മെഷീനിൽ, അതായത് പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് നോർമലി അറിയാമല്ലോ, ബിറ്റ്സ്, ബൈറ്റ്സ്, വേർഡ്സ് അങ്ങനെയൊക്കെയാണ് സ്റ്റോറേജ് വരാം. അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞാൽ 1 വേർഡ് ഓഫ് സ്റ്റോറേജ് ആണ്. വേർഡ് സൈസ് ഓരോ മെഷീനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. യൂഷ്വലി 16 ബിറ്റ്സോ 32 ബിറ്റ്സ് ഒക്കെയാണ് യൂഷ്വലി വരാം. സോ നമ്മളിപ്പോൾ 16 ബിറ്റാണ് വേർഡ് ലെങ്ത് എങ്കിൽ ഇൻറ്റിജറിൻ്റെ സൈസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -32,768 തൊട്ടിട്ട് 32,767 വരെ ആയിരിക്കും. സൈൻഡ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 1 ബിറ്റ് സൈൻ റെപ്രസെൻറ്റേഷനും റിമൈനിങ് 15 ബിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 32 ബിറ്റ് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റേഞ്ച് ഇത്ര തൊട്ടിട്ട് ഇത്ര വരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാം. അതായത് ഷോർട്ടിൻ്റെ, ഇൻ്റെ, ലോങ്ങിൻ്റെ
അത് സൈൻഡ് ഇൻറ്റിനും അൺസൈൻഡ് ഫോംസിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജറിൻ്റെ എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ഹാഫ് എമൗണ്ട് ഓഫ് ആയിരിക്കും ഇതിൽ സ്റ്റോറേജ് വരാം. സൈൻഡ് ഇൻറ്റിജേഴ്സ് പോലെയല്ല. അൺസൈൻഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ബിറ്റ്സും മാഗ്നിറ്റ്യൂഡിന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് അൺസൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ 16 ബിറ്റ് മെഷീനിലാണെങ്കിൽ അൺസൈൻഡ് റെപ്രസെൻറ്റേഷന് 0 തൊട്ടിട്ട് 65,535 വരെ ആയിരിക്കും വരാം. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്സിനെ ഒന്നുകൂടെയും പറയുകയാണെങ്കിൽ ഷോർട്ട് ഇൻറ്റ്, അതിലും സ്റ്റോറേജ് കൂടുതലുള്ളത് ഇൻറ്റ്, അതിലും കൂടുതൽ സ്റ്റോറേജ് വരുന്നത് ലോങ് ഇൻറ്റ്. അപ്പോൾ ലോങ്, അൺസൈൻഡ് അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ചേഞ്ച് ആവും. ഇതിൽ ഈ സൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫയറിനെ നമുക്ക് ഓപ്ഷണലാണ്. അതായത് ഡീഫോൾട്ട്ലി നമ്മുടെ സിസ്റ്റം അത് സൈൻഡ് ഇൻറ്റിജർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ദെൻ ഓരോന്നിൻ്റെയും സൈസും അതിൻ്റെ റേഞ്ചും ടൈപ്പും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് റെപ്രസെൻറ്റേഷനാണ്, അതായത് നെക്സ്റ്റ് ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡെസിമൽ വരുന്നതാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 32 ബിറ്റ്സാണ് സ്റ്റോറേജ് വരുന്നത്. അത് എല്ലാ 16 ബിറ്റ് ആണെങ്കിലും 32 ബിറ്റ് മെഷീൻസിലാണെങ്കിലും അങ്ങനെ തന്നെ വരാം. 6 ഡിജിറ്റ് പ്രസിഷൻ വരും അതിൽ. അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സി ലാംഗ്വേജിൽ കൊടുക്കുമ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വന്നില്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കും. ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 64 ബിറ്റ്സ് ആണ്, 14 ഡിജിറ്റ്സ് വരെ അതിന് ആക്യുറസി പ്രൊവൈഡ് ചെയ്യും. അതായത് ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ ഡബിൾ പ്രിസിഷൻ നിങ്ങൾക്ക് ഡബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി ഈ ഫ്ലോട്ടിന് നമുക്ക് മുന്നേ ഇൻറ്റ് മാറ്റിയതുപോലെ തന്നെ ഇവിടെയും ചേഞ്ച് ചെയ്യാം. അതായത് ഫ്ലോട്ടിനെ നമ്മൾ ഡബിളാക്കുക, പിന്നെ ഡബിളിലും കൂടുതൽ പ്രിസിഷൻ വേണമെങ്കിൽ നമുക്ക് ലോങ് ഡബിൾ യൂസ് ചെയ്യാം. ലോങ് ഡബിൾ എന്ന് പറയുമ്പോൾ അത് 80 ബിറ്റ്സ് ആണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫ്ലോട്ടിനേക്കാളും കൂടുതൽ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ ഡബിൾ, അതിലും പ്രിസിഷൻ വേണമെങ്കിൽ ലോങ് ഡബിൾ. ദെൻ നെക്സ്റ്റ് ആണ് വോയിഡ് ടൈപ്സ്. വോയിഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അത് മെയിനായിട്ട് നമ്മൾ ഫങ്ഷനിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വോയിഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ മീനിങ് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂം റിട്ടേൺ ചെയ്യാനില്ല, അതാണ് അതിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് ആണ് ക്യാരക്ടർ ടൈപ്പ്. ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഡാറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ടൈപ്പ് യൂസ് ചെയ്യുക. ഇതിന് ക്യാർ എന്നായിരിക്കും നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് നോർമലി 8 ബിറ്റ് ആയിരിക്കും, അതായത് 1 ബൈറ്റാണ് സ്റ്റോറേജ് വരാം. സൈൻഡും ഉണ്ട്, അൺസൈൻഡും ഉണ്ട്. അപ്പോൾ അൺസൈൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 255 വരെ ആയിരിക്കും അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. സൈൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -128 തൊട്ടിട്ട് 127 വരെ ആയിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്.